ഇപ്പോൾ നമുക്കിവിടെ നിന്നിട്ട് നേരത്തെ ഒരു കാറ്റടിച്ചില്ലേ, ചെറുമാതിരി കാറ്റ് ഇവിടെ വന്നല്ലോ. കടലിൽ ഈ കാറ്റ് ഭയങ്കര ജോറുണ്ടാവും. എന്നുവെച്ചാൽ കടലിൽ ഒരു സാധനം തടുത്ത് നിൽക്കാനില്ല. ഇപ്പം ഇവിടെ കാറ്റ് വരുന്നത് ഈ മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങളെ ഒരു തടസ്സമുണ്ടാവില്ല നമുക്ക് ഇങ്ങോട്ടേക്ക്. എനിക്ക് പറഞ്ഞ മനസ്സിലായി, കടലിൽ അങ്ങനെ ഒരു തടസ്സം ഇല്ല. കാറ്റ് വരുന്നതാണ് ആ കാറ്റ് വന്നുകൊണ്ടേ നിൽക്കും. നിങ്ങൾ കാറ്റെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പണിക്കെല്ലാം പോണ സമയത്ത് എന്നുവെച്ചാൽ 1986, 80, 84, 82 ഞാൻ പണിക്ക് പോകുന്നുണ്ട്. കടലിൽ പണി എനിക്ക് ഞാൻ പോണ ആളാണ്. അപ്പോൾ ആ സമയത്ത് ഈ ചുഴലക്കാറ്റെന്ന് ചുഴലക്കാറ്റെന്ന് പറഞ്ഞ കാറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചുഴലക്കാറ്റ് വന്നാൽ പല സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മറിച്ചിട്ട് പോകുമല്ലോ മൂപ്പരിക്ക്. പിന്നെ അത് വലിയ ബിൽഡിങ്ങാണ്, അന്നൊന്നും മൂപ്പര് നോട്ടുണ്ടാവില്ല. അല്ല അത് പോസ്റ്റാണ്, അങ്ങനൊന്നും ഇല്ലല്ലോ. മൂപ്പര് വരുന്ന വരത്തിൽ എന്തെല്ലാം കാണുന്നത് അതെല്ലാം മൂപ്പര് ഇടിപൊടി സമരാക്കിയാണ് മൂപ്പരാണ്ട് പോകും. ഈ ചുഴല വരുന്ന സമയത്ത് ഈ ചുഴലിങ്ങനെ ഈ മേത്തുനിന്ന് കീപ്പെട്ട് ഇറങ്ങുമ്പോൾ ഇതേമാതിരിയാണ് ഇറങ്ങൽ. നൂലിൻ്റെ മാതിരി ഇങ്ങോട്ട് കീപ്പെട്ട് ഇറങ്ങും. ഒരു കൊട്ട അല്ലെങ്കിൽ ഒരു പാത്രം മാതിരി ഇങ്ങോട്ട് കീപ്പെട്ട് ഇറങ്ങും. നമ്മൾക്ക് ശരിക്കും കാണാം. പക്ഷെ അന്ന് ഇന്നത്തെ മാതിരിയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ശരിക്കും ക്യാമറ ചെയ്യാം. അത് വരുന്ന നമ്മളടുത്ത് തന്നെ. പക്ഷെ അത് അതിപ്പം വരണത് ഇപ്പം നമ്മളെ ചെക്ക് ഭാഗത്താണ്. അപ്പം നമ്മളെന്തോരം എടുക്കും, പിന്നെ അവിടെ നിന്ന് വർക്കൗട്ട് വലിച്ചാടും. നമ്മളെ തടി ഇടണമല്ലോ. ഇത് വന്നാൽ നമ്മളെ തോണിയൊക്കെ കവരും, നമ്മളും കൊടുക്കും അതിൻ്റെ ഒത്ത്. അപ്പം അത് വരുമ്പോഴേ നമുക്ക് ശരിക്കും കാണാം. അത് നമ്മൾ അടുത്ത് പൊട്ടിക്കങ്ങനെ പമ്പരം കറങ്ങണ മാതിരി ഇങ്ങനെ കടലിലുള്ള വെള്ളം മുഴുവൻ ഇങ്ങനെ പമ്പരം കറങ്ങണ മാതിരി കറങ്ങിയിട്ട് അത് വരുമ്പോൾ അതൊരു സ്വഭാവം തന്നെ വേറെയാണ്. അത് വരണ കണ്ടിക്കണമെങ്കിൽ എത്ര ധൈര്യമുള്ളവന് പേടിച്ചു പോകും. അല്ല ഇപ്പം ഇങ്ങനെ ഈ പോണ ആൾക്കാരെ ഇപ്പം ഫോൺ വിളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ ഉണ്ടാവില്ല അല്ലേ? ഫോണൊന്നും അന്നില്ലല്ലോ. അല്ല ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ ഇപ്പോഴുണ്ട്. ഇപ്പോഴിതാ ഇപ്പം നമ്മളെ വിളിക്കാനൊക്കെ ഉള്ള ഞാൻ പറഞ്ഞുതരാം, റേഞ്ചൊക്കെ കിട്ടും. ഇപ്പോഴത്തെ സംവിധാനം റേഞ്ച് വേണ്ടെന്ന് അവരടുത്ത് മറ്റേതാണെന്ന്. സോളാറല്ല, ഓർലൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. മറ്റേ അത് അത് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാമല്ലോ. എത്ര ദൂരത്ത് പോയാലും നമുക്ക് അത് റേഞ്ചൊന്നും വേണ്ട. അത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, എത്ര ദൂരം. മൊബൈലിൻ്റെ ഒരു പരിധിയുണ്ട്. മൊബൈലിന് ഒരു ഇത്ര കിലോമീറ്റർ അപ്പോൾ പോയി കഴിഞ്ഞാൽ മൊബൈലിൻ്റെ സമ്പർക്കം കഴിഞ്ഞാൽ പിന്നെ മൊബൈലിൽ ഒന്നും ചലിക്കില്ലല്ലോ. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിൽ നമ്മൾ ആകാശത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോവാം. ഇത് ബ്ലോക്ക് ഉണ്ടാവില്ല. പണ്ടത്തെ കാലത്ത് പണ്ട് നിങ്ങൾ മുമ്പ് പോയപ്പോഴൊക്കെ എന്താ ചെയ്തീനി? നമ്മൾ പോണ കാലത്ത് ഈ കയറിൻ്റെ കഷ്ണം ഇല്ലാന്ന്. നമ്മളല്ലാതെ സഹായത്തിൽ ഇങ്ങനെ പോകും കുറേ പടിഞ്ഞാട്ട്. അങ്ങനെ അതേമാതിരി സൂര്യപ്രകാശം നോക്കിയാലും നമ്മൾ വരുമെന്ന് കേൾക്കോട്ടും. സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിട്ടെല്ലാം വരും നമുക്ക്. പിന്നെ രാത്രി ഇരുട്ട് സമയത്തെല്ലാം പോകുമ്പോൾ നമുക്ക് ഈ ഇരുട്ടും വെളിച്ചും പകലി കടലിൽ നമുക്ക് അതിനെ പറ്റിയല്ല നമുക്കറിയാം കുറച്ച്. നമ്മളെ കര ഏതാണ്, കര അല്ലാത്ത ഭാഗം ഏതാണെന്നൊക്കെ നമുക്കറിയാം. ഈ ഒരു മണ്ണർക്കുണ്ട്, നിങ്ങൾ മണ്ണർക്കം കണ്ടിരിക്കുന്ന അറിയില്ല. ആ മണ്ണർക്കം എന്താണെന്നറിയാം, അതിൻ്റെ മഞ്ഞിൻ്റെ അവസ്ഥ, കാലാവസ്ഥ. ഇപ്പം നിങ്ങൾ നമ്മളെ അടുത്തല്ലേ നിൽക്കുന്നത്. ഇപ്പോൾ എത്ര അടി ഉണ്ടാവും? ഇത് ഒരു 6 അടി ഉണ്ടാവും അല്ലേ? ഈ 6 അടി ദൂരത്ത് മൊയ്ലരി നിന്നാൽ, ഞാനിവിടെ നിന്നാൽ എൻ്റെ മൊയ്ലരിക്കും കാണാൻ പറ്റില്ല, എനിക്ക് മൊയ്ലരിയും കാണാൻ പറ്റില്ല. മണ്ണർക്കുണ്ടായാലും മണ്ണെന്ന് പറഞ്ഞാൽ അമ്മാതിരി കോടർക്കാണ്. പിന്നാണെങ്കിൽ മൊയ്ലേനെ ഞാൻ കാങ്ങൽ ഒരു കപ്പലിൻ്റെ അത്ര വലുപ്പത്തിലാണ്. അടുത്തിങ്ങോട്ട് എത്തിയാൽ മൊയ്ലേരെ കാങ്ങണമെങ്കിൽ തന്നെ മൊയ്ലേരെ കാങ്ങൽ ഒരു കപ്പലാണ് നമ്മളെ മഞ്ഞത്ത് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ചോട്ട് കൊടുക്കുമല്ലോ. അന്നേലിക്കന്നെ നിങ്ങളും വിചാരിക്കല് നമ്മൾ വലിയ എന്നൊരു ദൂരസ്ലാമാലാണ് വരുന്നത് എൻ്റെ അടുത്ത് കൂടി എന്ന് വിചാരിക്കും. അതിൻ്റെ രൂപം അങ്ങനെയാണ് അയക്കുന്നത്. ആ കോടർക്കത്തിൽ എല്ലാവരും നമ്മളെ കടലിൽ പോണവരെല്ലാവരും പട്ടിക്കണ്. പട്ടാലി നമ്മൾ ചിലപ്പോൾ പറയും അത് തെളിയുന്നവരവിടെ കിടക്കുന്നവർ. ചിലപ്പോൾ നമ്മളിതിലുണ്ടാവും ആങ്കർ എന്ന് പറയും, ഇരുമ്പ്. അത് വെള്ളത്തിൽ കണ്ടു അങ്കൂരം. അതാണ്ട് വെള്ളത്തിലിട്ടിട്ട് അവിടെ റോപ്പ് അടിയിൽ പോയി മുട്ടും. ആ അടിയിൽ പോയി മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കും, അപ്പോൾ അത് അടി മുട്ടിക്കുന്നു. അപ്പോൾ അവിടെ കയറ് നമ്മളെ പടിക്ക് കെട്ടി, പടിയുണ്ടല്ലോ നമ്മളെ തോണിൻ്റെ പടിയതാ, പടിമേലെ അവിടെ കെട്ടി നമ്മൾ മുള്ളാണ്ട് കെടുക്കും. അപ്പോൾ മണിക്കൂറുകളെല്ലാം കഴിഞ്ഞാലായിരിക്കും ഇത് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ കോടർക്കം തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഇരുമ്പ് പിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഇരുമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ നീരും മനസ്സിലായി, കടലിൻ്റെ വലിച്ചിലും മനസ്സിലായി നമുക്ക്.
കടൽ എവിടുന്നാണ് നീരെന്നാണ് ഞങ്ങൾ പറയല്. എന്ത് കടലിന്റെ ഒഴുക്ക്. ഒഴുക്ക്? ആ ഒഴുക്ക്. ഉള്ളൊഴുക്ക്, അടിയുള്ള ഒഴുക്ക് അല്ലേ? അടിയിലല്ല, മോളിലും ഒഴുക്ക് അങ്ങനെ തന്നെ. ആ അത് ചില സുപ്രഭാതത്തിലാണ് അടിയിലൊരു ഒഴുക്ക്, മോളിലൊരു ഒഴുക്കൊക്കെ. അത് ഇപ്പോഴത്തെ കാലാവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടായത്. പിന്നെ ശരിയായ കാലാവസ്ഥ അന്തരീക്ഷത്തിലല്ലോ അങ്ങനെ വല്ലാതെ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ സമയത്ത് പല ഒഴുക്കുണ്ടാവും. ഈ പോയ വലിയ വലിയ അയ്യികളില്ലേ, അയ്യിന്ന് വെള്ളം കണ്ട് ചാടുമല്ലോ കടലിലേക്ക്. നമ്മൾ കണ്ടിരിക്കണം അയ്യിന്ന് വെള്ളം ചാടുന്നത് ഇല്ല. അയ്യറിന അയ്യെന്ന് പറഞ്ഞാൽ പോയ അഴിമുഖം പോയ അയ്മുഖല്ല, അത് പോയാൽ അത് നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് എനിക്കൊന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നുവെച്ചാൽ അത്രയും വെള്ളം ഒഴുക്കുകയാണത്. അത് മാത്രമല്ല, ആ വെള്ളത്തിനൊരു പ്രകൃതി മാറ്റിയുണ്ട്. വെള്ളത്തിന് ഒരു പ്രകൃതി മാറ്റം എന്ന് പറഞ്ഞാൽ ആ വെള്ളം ഭയങ്കര കൂളിങ്ങാണ്. ആ വെള്ളത്തിൻ്റെ അത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൈ മരം പോലെ ആവും. ഐസൊന്നും സാരമില്ല, ഐസിൻ്റെ അകത്തുള്ള മാതിരിയൊന്നുമല്ല. അത് ഭയങ്കര കൂളിങ്ങാണ് ആ വെള്ളം. ആ വെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ പട്ടുപോയിക്കണേ നമ്മൾ അവസാനിച്ചു തന്നെയാണ്, നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് വെള്ളത്തിൽ. കടലിലെ വെള്ളത്തിന് പല ഇനങ്ങളാണ്. ചില വെള്ളം ഒരു നേരിയ ചൂടുണ്ടാവും, ചില വെള്ളം ഒരു ഹാഫ് കൂളിംഗ് ഉണ്ടാവും. നല്ല മഴയെല്ലാം പെയ്താൽ നമ്മൾ വിചാരിക്കും കടലിൽ ഇപ്പം വെള്ളം ഭയങ്കര തണുപ്പായിരിക്കും. അതിനെല്ലാ സ്ഥലത്തും തണുപ്പൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അതിനകത്തായ പ്രകൃതി മാറ്റങ്ങൾ കടലിലുണ്ട്. ആ വെള്ളം വലിയതുണ്ട്, വെള്ളം സംഭരണാവസ്ഥയായിട്ട് നിൽക്കും. വെള്ളം വലിയണമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഒരു വഴിക്ക് വലിയും.